ആറന്മുള പദ്ധതി വിവാദമാകുമ്പോൾ മറക്കരുതാത്തൊരു വിഷയമുണ്ട്. പത്തനംതിട്ട ജില്ലയിലും പരിസര പ്രദേശങ്ങളിലും BJP വളർന്നത് ആറന്മുള സമരത്തോടു കൂടിയാണ്. കുമ്മനം രാജശേഖരനും MT രമേശും ഒക്കെ നേതൃത്വം നൽകിയ ആ സമരത്തിനൊപ്പം സുഗതകുമാരിയെ പോലുള്ളവരും ചേർന്നു. കേരളത്തിലെ രാഷ്ട്രീയ ബലാബലത്തിൽ വലിയൊരു മാറ്റമുണ്ടാക്കിയത് ആദ്യം ആറന്മുള പദ്ധതിയും പിന്നാലെ ശബരിമല സമരവുമായിരുന്നു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ഇടത് ഐക്യമുന്നണി ദ്വന്ദ്ം എന്നത് ത്രികോണ മത്സരമായി മാറിയത് ഈ രണ്ട് സംഭവങ്ങൾക്ക് ശേഷമാണ്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പും സംസ്ഥാനത്ത് നടക്കാൻ പോവുകയാണ്. ആ ഘട്ടത്തിലാണ് ആറന്മുളയിലെ തണ്ണീർത്തടങ്ങളിലും നെൽപ്പാടങ്ങളിലും IT പാർക്ക് സ്ഥാപിക്കാനായി നീക്കം നടത്തിയത്. ചീഫ് സെക്രട്ടറി തന്നെ യോഗം വിളിച്ചു. കൃഷി, റവന്യൂ വകുപ്പുകൾ എതിർത്തത് കൊണ്ട് മാത്രമാണ് ഈ പദ്ധതി മുന്നോട്ട് നീങ്ങാത്തതും. സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു ആറന്മുളയിൽ ഇറക്കുന്ന രാഷ്ട്രീയ കൃഷി. ആറന്മുള സമരം എളുപ്പത്തിൽ മറക്കാവുന്നതല്ല. തണ്ണീർത്തടങ്ങളും നെൽപ്പാടങ്ങളും ഏറ്റെടുക്കുന്നതിനെതിരെ അന്നു നടന്ന സമരം സമാനതകളില്ലാത്തതായിരുന്നു. സൈലന്റ് വാലി പദ്ധതിക്കെതിരെ നടന്ന സമരത്തിനു ശേഷം ഏറ്റവും കൂടുതൽ ബഹുജന പങ്കാളിത്തമുണ്ടായത് ആറന്മുള സമരത്തിനാണ്. ആ സമരത്തിൽ രാഷ്ട്രീയ വിജയം ലഭിച്ചത് BJPക്കുമാണ്. ഇതിനുശേഷം ഇപ്പോൾ നടന്ന നീക്കം നോക്കുക. അതേ KGS ഗ്രൂപ്പ് ഇലക്ട്രോണിക് ക്ലസ്റ്റർ പാർക്കിനായി വീണ്ടും അപേക്ഷ നൽകുകയാണ്. 600 കോടി രൂപയുടെ നിർമ്മാണം നടത്താനായി നിർദ്ദേശിച്ചിരുന്നത് വിമാനത്താവളത്തിനായി കണ്ടെത്തിയ 335.25 ഏക്കർ സ്ഥലത്ത് 1 ലക്ഷം തൊഴിലവസരങ്ങളും 4000 കോടി രൂപയുടെ നിക്ഷേപവുമാണ് വാഗ്ദാനം. നിർദ്ദേശിച്ച സ്ഥലത്തിൽ 156.45 ഏക്കർ സ്ഥലം നെൽപ്പാടമാണ്. 13.77 ഏക്കർ തണ്ണീർത്തടവും. ആറന്മുള പദ്ധതി ഉപേക്ഷിക്കുന്നതായി സർക്കാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെ അന്നത്തെ കൃഷിമന്ത്രി VS സുനിൽകുമാർ ഈ പാടങ്ങളിലാണ് വിത്ത് വിതച്ചത്. അവ വീണ്ടും ഏറ്റെടുക്കാനാണ് KGS ഗ്രൂപ്പ് നിർദ്ദേശിച്ചത്. പഴയ വിവാദ സ്ഥലമാണ് നിർദ്ദേശത്തിലെന്ന് ആദ്യം കണ്ടുപിടിച്ചത് കൃഷി വകുപ്പാണ്. അനുവദിക്കാനാവില്ല എന്നെഴുതി കുറിപ്പ് എഴുതി കൃഷി വകുപ്പ് ഫയൽ മടക്കി. പിന്നാലെ റവന്യൂ വകുപ്പും അതേ നിർദ്ദേശമാണ് നൽകിയത്. ഈ രണ്ട് വകുപ്പുകളിലും CPIയുടെ മന്ത്രിമാരാണ്. ഫയൽ നീക്കിയതാകട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നോക്കുന്ന IT വകുപ്പും. ഈ കഥയിൽ രാഷ്ട്രീയം വരാൻ ഇതിനുമപ്പുറം എന്തു വേണം? ഇപ്പോൾ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് റവന്യൂ വകുപ്പ് രജിസ്റ്റർ ചെയ്ത നിരവധി കേസുകളുണ്ട്. അനധികൃതമായ മണ്ണെടുപ്പ്, കുന്നിടിക്കൽ എന്നിവയ്ക്ക് പുറമെ മറ്റൊരു കേസ് കൂടിയുണ്ട്. അത് ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് 15 ഏക്കറിലധികം കൈവശം വച്ചതിനുള്ളതാണ്. അധിക ഭൂമി കൈവശം വച്ചതിന് 1/2 ഡസനോളം കേസുകൾ ഈ ഭൂമിയിലുണ്ട്. എല്ലാ ചട്ടങ്ങളും ലംഘിച്ച് വാങ്ങിക്കൂട്ടിയതായിരുന്നു മണ്ണ്. പദ്ധതി നടപ്പാക്കിയാൽ വെള്ളപ്പൊക്കത്തിന് കാരണമാകുമെന്നുള്ള പഠന റിപ്പോർട്ട് വേറെയുമുണ്ട്. റവന്യൂ വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. മിച്ചഭൂമി പിടിച്ചെടുത്ത് പാവങ്ങൾക്ക് വിതരണം ചെയ്യണം. ഭൂമി ഇല്ലാത്തതിനാൽ വീട് വയ്ക്കാൻ കഴിയാത്ത 10,000 ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ആറന്മുളയിലെ മിച്ചഭൂമി കണ്ടെത്തിയിട്ട് വർഷങ്ങളായി. ഈ കാലത്തിനിടയ്ക്ക് എന്തു നടപടിയാണ് റവന്യൂ വകുപ്പ് സ്വീകരിച്ചത്? പാവങ്ങൾ തലചായ്ക്കാൻ കഴിയാതെ കഷ്ടപ്പെടുകയാണ്. ഭൂമി നൽകേണ്ടവരുടെ പട്ടികയിൽ എത്ര ആയിരങ്ങളാണ് ഇപ്പോഴും ഉള്ളത്? ഭൂമിയും വീടും വേണ്ടവർക്ക് സ്ഥലം കണ്ടെത്തുന്ന മുറയ്ക്ക് കൈമാറുമെന്നാണ് സർക്കാർ നിയമസഭയെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന K ചന്ദ്രശേഖരൻ റവന്യൂ മന്ത്രിയായിരുന്ന കാലത്ത് തന്നെ കണ്ടെത്തിയതാണ് ഈ മിച്ചഭൂമി. ഏതാണ്ട് 2 പതിറ്റാണ്ടായിട്ടും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോ ഇലക്ട്രോണിക് പാർക്കിന് വേണ്ടി പദ്ധതി വരുമ്പോഴാണ് പഴയ മിച്ചഭൂമി കേസ് ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ. സർക്കാർ സംവിധാനത്തിൽ ഫയലുകൾ എങ്ങനെ കെട്ടിക്കിടക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ആറന്മുള. അവിടെ ഒരു നടപടിയും എടുക്കാത്തത് കൊണ്ടാണ് പിന്നെയും പദ്ധതികളുടെ പ്രലോഭനങ്ങളുമായി മുതലാളിമാർ വരുന്നതും. ഈ IT പദ്ധതി കൊണ്ട് ഇപ്പോ ഒരു ഉദ്ദേശമേ ഉള്ളൂ: വയലുകളും തണ്ണീർത്തടങ്ങളും നികത്തിയെടുക്കുക. ഈ ഏറ്റെടുക്കുന്ന വയലേലകൾ മാത്രമല്ല, പരിസരത്തുള്ള മറ്റു വയലുകൾ കൂടി അതോടെ കൃഷിയോഗ്യമല്ലാതാകും. അവിടെ അനുബന്ധ പദ്ധതികൾ വരും. കൃഷി ചെയ്ത് കേരളം സ്വന്തം കാലിൽ നിൽക്കുമോ എന്ന ചോദ്യത്തിൽ കാര്യമില്ല. നെൽവയലുകളും തണ്ണീർത്തടങ്ങളും എത്ര പ്രധാനപ്പെട്ടതാണെന്ന് 2018 പഠിക്കേണ്ടതായിരുന്നു. പ്രളയത്തിന്റെ ഏറ്റവും കഠോര ഭാവം അനുഭവിച്ച പ്രദേശമാണ് പത്തനംതിട്ട ജില്ല. അവിടെ ശേഷിക്കുന്ന തണ്ണീർത്തടങ്ങളും നെൽവയലുകളും കൂടി നികത്തിയാൽ ഈ വെള്ളമൊക്കെ എവിടെ താഴും? കേരളത്തിന് ഇനി വേണ്ടത് ഇത്തരത്തിലുള്ള വൻകിട പദ്ധതികളാണോ? അതോ സന്തുലിതമായ ഒരു ജീവിത സാഹചര്യമോ? വൻകിട പദ്ധതികൾ മാത്രം മതിയോ? ജീവിക്കുക കൂടി വേണ്ടേ നമുക്ക്? സ്വസ്ഥമായി ജീവിക്കാൻ സാഹചര്യമില്ലാതെ വൻകിട പദ്ധതികൾ മാത്രം വരുന്നത് എന്തിനാണ്?
1,00,000 പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പദ്ധതി രേഖയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ 1,00,000 ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും പരിസര പ്രദേശത്ത് തന്നെ താമസിക്കണ്ടേ? അതിന് സുരക്ഷിതമായ ഭൗതിക സാഹചര്യം ഉണ്ടോ എന്ന് ആലോചിക്കേണ്ടതില്ല. നികത്തിയ പാടത്ത് താഴാനാകാതെ വരുന്ന അധിക വെള്ളമുണ്ട്. അത് പ്രളയമുണ്ടാക്കുന്ന ഭൂമിയിൽ എങ്ങനെയാണ് മനുഷ്യർ ജീവിക്കേണ്ടത്? വെറുതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിളികൾ എന്നാണ് ഇത്തരം വിവാദങ്ങളൊക്കെ പറയേണ്ടത്. യഥാർത്ഥത്തിൽ ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചത് 1 മാസം മുൻപ്. കൃഷി വകുപ്പും റവന്യൂ വകുപ്പും എതിർപ്പറിയിച്ചത് 6 മാസം മുൻപ്. പക്ഷേ ഇതൊക്കെ വിവാദമാകുന്നത് ഇപ്പോഴും. കരുതിക്കൂട്ടി കേരളത്തിന്റെ മണ്ണിലേക്ക് വിവാദ വിഷയങ്ങൾ ഇങ്ങനെ ഇറക്കി വിടുകയാണ്. ശരിക്കും നോൺ ഇഷ്യൂസ് അഥവാ ഇല്ലാ പ്രശ്നങ്ങളാണ് നമ്മളെ വട്ടം കറക്കുന്നത്. കേരള സർവകലാശാലയിൽ ഇപ്പോൾ നടക്കുന്ന വിഷയം തന്നെ നോക്കുക. ഒരു പ്രശ്നവും ഇല്ലാതിരുന്നപ്പോൾ ഉണ്ടാക്കിയെടുത്തതാണ് അത്. സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തിക്കൊണ്ടുവന്നതാണ് കാവിക്കൊടിയേന്തിയ ഭാരതാംബയെ. അതിന് സർവകലാശാലയുടെ ഹാളിൽ തന്നെ പീഠമൊരുക്കിയതും മനഃപൂർവ്വം തന്നെയാണ്. ഇപ്പോ ആറന്മുളയും കടന്നു വരുന്നത് സമാന സ്വഭാവത്തിലും. വിഷയം കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്നവർ ആദ്യം മൗനം പാലിക്കും, പിന്നെ നേട്ടം കൊയ്യും. ആറന്മുളയിലെ IT പദ്ധതി വയൽ നികത്തി നടപ്പാക്കാനാകില്ലെന്ന് എല്ലാവർക്കും അറിയാം. അതിന് ഇവിടെ ഒരു നിയമവും അനുമതി നൽകുകയുമില്ല. അപ്പോ ഈ പദ്ധതിയുമായി ഇറങ്ങുന്നത് യഥാർത്ഥത്തിൽ ആരാണ്? പകൽ പോലെ വ്യക്തമാണെങ്കിലും ആരും ആ പേരുകൾ വിളിച്ചു പറയില്ല. പേടിക്കുകയാണോ പേടി അഭിനയിക്കുകയാണോ എന്ന് മാത്രമേ ഇനി അറിയാനുമുള്ളൂ. സ്പോട്ട്ലൈറ്റിനെ മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം. നമസ്കാരം.